പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ആത്മീയ കാഴ്ച എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബ്രദർ സിറിൽ ആൻഡ് ഫാമിലിയാണ്. അവരെ തങ്ങളുടെ സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, ചെറുതായിട്ട് നിങ്ങളൊന്ന് ഇൻട്രഡക്ഷൻ തരിക. അതിനുശേഷം നമുക്ക് സാക്ഷ്യത്തിലേക്ക് കിടക്കാം. കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ജനിച്ചത്. ഇന്നിപ്പം ഞങ്ങൾ 1989 ഞങ്ങൾ മലബാറിന് കുടിയേറി, അതായത് കാസർഗോഡ് ജില്ലയിൽ. ഇന്നിപ്പം താമസിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഉദയപുരം എന്ന സ്ഥലത്താണ്. എൻ്റെ ഭവനത്തിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 5 മക്കളടങ്ങുന്ന കുടുംബം. ഞങ്ങളെല്ലാവരും വിവാഹിതരാണ്. എല്ലാവരും സെപ്പറേഷൻ ആയിരിക്കുന്നു. ഇന്ന് ഭവനത്തിൽ അപ്പച്ചനും അമ്മച്ചിയും മാത്രം ഭവനത്തിലായിരിക്കുന്നു. അതെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജനിച്ചു വളർന്നത് തിരുവല്ല എന്ന സ്ഥലത്താണ്. കുറച്ച് നാളുകൾ അവിടെ ഉണ്ടായിരുന്നു ജീവിതത്തിൻ്റെ. പിന്നെ പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ നിമിത്തം കർണാടകയിലേക്ക്, പ്രത്യേകിച്ച് ബാംഗ്ലൂരായിട്ട് ഞങ്ങൾ മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ച് കാസർഗോഡ് കുടുംബമായിട്ട് സൗദിയിലായിരിക്കുന്നു. വളർന്നതൊക്കെ അപ്പം കുറച്ച് നാട്ടിലും കർണാടകയിലുമായിട്ട്. ഇനി എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് ബ്രദർ സിറില് വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ആദ്യം സിറിൽ ബ്രദർ പറയാം. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ചാണല്ലോ ഏകദേശം ഒരു കാലഘട്ടത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം സിറിൽ ബ്രദറിന്റെ ടെസ്റ്റിമണി കഴിഞ്ഞിട്ട് നമുക്ക് നിസിയിലേക്ക് കിടക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് കാണാനായിട്ടായിരുന്നു. കാരണം നമുക്ക് അകത്ത് വരുന്നാലേ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പുറമേ നോക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഒച്ചപ്പാടും ബഹളവും കയ്യടിയും കൊട്ടും ബഹളവും ഒക്കെ ആയിട്ട് അവർക്ക് തോന്നുള്ളൂ. അപ്പൊ ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് കാണാമെന്ന് കരുതി ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത്. അത് തന്നെയല്ല, എൻ്റെ ജീവിതത്തിൽ ടോട്ടലി കൊളാപ്സ് ആയി ഞാൻ. എനിക്ക് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുമ്പോട്ട് വെക്കണം എന്ന് എനിക്ക് അറിയില്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, ഉറക്കമില്ലാത്ത രാത്രികൾ. കാരണം ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ 2005 ഡിസംബർ 25 മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ അന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ സഹോദരങ്ങൾ 2 പേരുണ്ട്, എൻ്റെ അങ്കിളുമാരുണ്ട്, ഞങ്ങളുടെ കസിൻസ് നിറയെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വരുമ്പോൾ ഞാനൊരു ഹോട്ടൽ ഫീൽഡ് റിലേറ്റഡ് ആയ ജോബാ. എനിക്ക് കുക്കിംഗ് അറിയാം. ചൈനീസ് കുക്കായിട്ട് ഞാൻ 2 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ട് എനിക്ക്. എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർ നല്ല ജോബൊക്കെ ഏതെങ്കിലും നല്ല ഹോട്ടലിലൊക്കെ തരപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട് പിരിഞ്ഞ് അങ്ങനെ നിന്നിട്ടില്ല. അന്നും ഇന്നും എൻ്റെ മാതാവ് എനിക്ക് വലിയ വീക്ക്നെസ്സാണ്. അപ്പൊ അമ്മേനെ പിരിഞ്ഞ് ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. എവിടെ പോയാലും 2-3 ദിവസം അതിൽ കൂടുതൽ എനിക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ മനസ്സോടെ എന്താ പറയുക, ഒത്തിരി പ്രതീക്ഷയോട് കൂടി ഞാൻ കടന്നു വരുന്നത്. ഇവിടെ കടന്നു വന്ന എനിക്ക് എൻ്റെ വന്ന് ചില ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി എനിക്ക് ഹോട്ടൽ ഫീൽഡിലേക്ക് അങ്ങനെ ഒരു ജോബ് ഇല്ല. കാരണം എൻ്റെ പ്രൊഫഷനും എൻ്റെ സ്പോൺസറൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഒത്തിരി പല സ്ഥലങ്ങളിലൊക്കെ ട്രൈ ചെയ്തെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് പറഞ്ഞു, ഒരു ബക്കാല ഇട്ട് തരാന്നുള്ള രീതിയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പം താല്പര്യമില്ല, കൊടുക്കുന്നില്ല. വീണ്ടും ഞാനിവിടെ വന്ന് 7-8 മാസത്തോളം വെറുതെ റൂമിലിരിക്കുക, ജോലിയൊന്നുമില്ല. എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങളുടെ കീഴിലാണ് ഞാനുള്ളത്. ഫുഡും അക്കോമഡേഷനും അങ്ങനെ അവർ എല്ലാം മാനേജ് ചെയ്യും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഞാൻ അൽഖർജിലാണ് എൻ്റെ സഹോദരങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കോട്ടയത്തുള്ള ഒരു നെയ്ബറായിരുന്ന പുള്ളി റിയാദ് ജോബുണ്ട്. പുള്ളി ഒരിക്കൽ ഞാൻ വന്നെന്ന് പറയും, എന്നെ വളരെ ചെറുപ്പത്തിലാണ് പുള്ളി കണ്ടിട്ടുള്ളത്. അങ്ങനെ സഹോദരങ്ങളൊക്കെ ആയിട്ട് പുള്ളി കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഹോട്ടൽ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നീ ഇവിടെ നിന്നിട്ട് കാര്യം, നീ റിയാദിന് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അൽഖർജിയിൽ നിന്ന് ഞാൻ റിയാദിന് വരുന്നത്. റിയാദിന് വന്ന് ഒരു സ്റ്റാർ പ്രിന്റിംഗ് പ്രസ് ഉണ്ട്, ഒരു മലയാളിയുടെ കീഴിലാണ്. അദ്ദേഹം ജോസ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ കാണാൻ പോയി. അന്ന് രാത്രി കാണാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ചെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കമ്പനി അക്കോമഡേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവര് ബാച്ചിലർ എല്ലാം കൂടുന്ന ഒരു റൂം തന്നെയുണ്ട്. അവിടെ ഇദ്ദേഹത്തിന് ഒരു റൂമിന് റെന്റ് കൊടുത്ത് അദ്ദേഹം വീക്കെൻഡുകളിൽ അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. എല്ലാം മുസ്ലിം സഹോദരങ്ങളാണ് അവര്. അപ്പൊ അവിടെ ഈ പ്ലംബിംഗ് കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലേബർ ആവശ്യമാണ്. അപ്പോൾ എന്നോട് എന്നെ കൊണ്ടുവന്ന അദ്ദേഹം എന്നോട് ചോദിച്ച്, നിന്റെ മുമ്പിൽ 2
ചോയ്സ് ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ഞാൻ പ്രസ്സിലാണെങ്കിൽ നിനക്ക് ജോബ് സുഖമാ, അന്ന് 1500 റിയാൽ നിനക്ക് സാലറി കിട്ടും, നല്ല AC-ക്കകത്തൊക്കെ നിന്ന് ചെയ്യാം. പക്ഷേ പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോബാ. പക്ഷേ അത് നിനക്ക് കഴിവും പ്രാഗൽഭ്യം ഉണ്ട്, നിനക്ക് മുമ്പോട്ട് പോകാം, ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞു, ഏത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. അപ്പം ഞാൻ പ്ലംബിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്ലംബിങ്ങിന്റെ ജോബിന് പോകാൻ തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ. എന്നാൽ ഞാനൊരു 6 മാസം ഗോവയിൽ ഞാൻ ഇതിനോട് ആദ്യമായിട്ട് ഞാൻ പോയിരുന്നു. പക്ഷെ അവിടെ അവർക്ക് വർക്ക് കുറവായതുകൊണ്ട് പിന്നെ ഞാൻ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യമായിട്ട് എന്തെങ്കിലും പഠിക്കുന്നത് ഇറങ്ങിയത് ഇത് തന്നെയാണ്, വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇത് തന്നെയാണ്, അങ്ങനെ പോകാമെന്ന് കരുതി. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സ് മുഴുവൻ ഈ ഹോട്ടൽ ഫീൽഡുമായിട്ടായതുകൊണ്ട് എനിക്ക് ഈ ജോബുമായിട്ട് നാട്ടിൽ നിന്ന് പോകുന്നതിന്റെ ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ പുതിയൊരു അറ്റ്മോസ്ഫിയർ അല്ലേ, നാട്ടിൽ നിന്ന് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ വന്ന് സെറ്റിൽ ആകാൻ കുറച്ച് സമയം എടുക്കും പുതിയ അറ്റ്മോസ്ഫിയറിൽ. ഒരു തരത്തിലും എനിക്ക് ജോബും ഭയങ്കര ബുദ്ധിമുട്ട്, ഇടിയും പൊളി. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഇടിയും പൊളിയൊക്കെ ആയിരിക്കും. കൂടെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്ത് പോകുമ്പോൾ അവർ നമ്മൾ വളരെ ഹാർഷായിട്ടൊക്കെ ഇടപെടും. അപ്പം രാത്രി ആവുമ്പോൾ നമ്മൾ ഈ ചെയ്യാത്ത ജോലി ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിനെല്ലാം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. നമ്മൾ ഹോട്ടൽ ഫീൽഡിൽ നൈസായിട്ടുള്ള ജോബല്ലേ ചെയ്യുന്നത്. രാത്രി കാലങ്ങൾ ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി കടന്ന് നൊരോളിച്ച് അയ്യം വിളിച്ച് കരഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് മാസങ്ങൾ. അപ്പം അങ്ങനെ എനിക്ക് എന്നോട് സ്നേഹിതം പറഞ്ഞാൽ ഇതുപോലെ ഒരു ശനിയാഴ്ച രാത്രി ചിലപ്പം കടന്നുറങ്ങുമ്പം ദൈവം ഇന്ന് നേരം വെളുക്കാതിരിക്കുമായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചു പോയി ഒത്തിരിയും ദിവസങ്ങളുണ്ട്. അത്ര കഷ്ടപ്പാടായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം അത് വ്യാഴാഴ്ച ദിവസം ജോലിക്ക് പോകാൻ നല്ല സന്തോഷമാണ്, കാരണം വെള്ളിയാഴ്ച ദിവസം പോകണ്ടല്ലോ. അങ്ങനെയായി ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് എറണാകുളത്താണ്. പുള്ളി യാക്കോബേറ്റ് ഇന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം എന്നെ നിരന്തരമായിട്ട് എന്നെ വിളിക്കും, എന്നെ പോലെ പ്രാർത്ഥനയുണ്ട്, നീ വരുന്നോ? അപ്പം പെന്തക്കോസ്ത് കൂട്ടായ്മ ആയതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് ഞാൻ ഒഴിവായി. കാരണം ഞങ്ങളുടെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്, ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഇങ്ങനെ ഈ ഇടയലേഖനം എന്ന് പറഞ്ഞൊരു, അതായത് മെത്രാന്മാര് ഓരോ ചർച്ച ഇങ്ങനെ ഇടയലേഖനം വായിക്കും. അപ്പൊ അവര് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയും പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട്. അല്ലാതെ എനിക്ക് ഈ പെന്തക്കോസ്തുകാർ ഞങ്ങളുടെ അവിടെ വളരെ റെയർ ആയിട്ടുള്ളൂ, അപൂർവം 1-2 ഫാമിലിയേ ഉള്ളൂ. അപ്പൊ ഇവരെന്തെങ്കിലും നമ്മൾക്ക് ദ്രോഹം ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതുണ്ടായിരുന്നു. ഇദ്ദേഹം എന്നെ നിരന്തരമായി എന്നെ വിളിച്ച് അവസാനം ഇദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, നീ ഇന്ന് ഒരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് വാ, നാളെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ നിന്നെ വിളിക്കും, നിനക്ക് ഇഷ്ടമുണ്ടോ, നിനക്ക് ചെലവും ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലൂടെ. എന്നാൽ ഇദ്ദേഹത്തിന് എനിക്ക് എന്നെ പോലെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടെന്നൊന്നും ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടില്ല ആരും. ഇന്നും അതെ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഞാൻ സ്വയം അങ്ങനെ മറ്റുള്ളവരോട് അങ്ങനെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അന്ന് കടന്നു വന്നപ്പോൾ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു വലിയ ദൈവിക സമാധാനം ഞാൻ അനുഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ 2006 വരുന്നത്. ഹെബ്രോണിൽ ആദ്യം ഇവിടെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം കൊളാപ്സായി. ഞാൻ ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്തവൻ പ്ലംബിങ്ങിൻ്റെ ഉള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് എന്താ ഹോപ്പ്ലെസ്സാ. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്നൊന്നില്ലാത്ത വലിയ പ്രതീക്ഷ എൻ്റെ മനസ്സിൽ, എൻ്റെ ദുഃഖങ്ങളൊക്കെ വാനിഷായി പോകുന്ന പോലെ. അത് തന്നെയല്ല, എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്കൊരു ബ്ലൂ പ്രിന്റ്, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ നീങ്ങണം എന്നുള്ള ഇതായി. എനിക്ക് വലിയ കോൺഫിഡൻസ് ആയി. എന്ന് പറഞ്ഞാൽ അതുവരെ ഞാനൊരു 4-5 മാസം പോയെങ്കിൽ ഞാൻ ഒന്നും പഠിച്ചില്ല ജോബ്. അടുത്തതായി എനിക്ക് ജോബ് പഠിക്കണം എന്നുള്ള ഇതായി. ഓരോ ദിവസവും ഞാൻ എൻ്റെ ഓരോ സ്വപ്നങ്ങൾ, ഡ്രീമാണ്, എൻ്റെ മനസ്സിലൊരു ഡ്രീം തന്നു. അതായത് ഞാൻ ഈ വർക്ക് പഠിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു, സ്വന്തമായി വാഹനം എടുക്കുന്നു, സ്വന്തമായിട്ട് ജോബ് ചെയ്യുന്നു, എൻ്റെ ഒരു കോൺട്രാക്ട് ഇതിൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു വിഷൻ എൻ്റെ മനസ്സ് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ ആള് ടോട്ടലി മാറി. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് എന്തെങ്കിലും പോയാൽ എന്തെങ്കിലും പഠിച്ചിട്ട് ഞാനൊരു പെൻസിലും പേപ്പറും കൊണ്ടുപോകും. എനിക്ക് ഓരോ കാര്യം ഞാൻ എന്നിട്ട് ഡ്രോയിങ് പോലെ ഞാൻ ഇങ്ങനെ വരച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനൊരു ബുക്കയിലേക്ക് അത് പകർത്തും. അതങ്ങനെ എന്താ എങ്ങനെയാന്നുള്ളത്, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരോട് ചോദിക്കുന്നത് എന്താ എങ്ങനെയാണ്. പിറ്റത്തെ 6 മാസം കൊണ്ട് ഞാൻ ജോലി പഠിച്ചു. സ്ഥിരമായിട്ട് പ്രേരണ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പിന്നെ ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, രാത്രികാലം ഞാൻ ഉറങ്ങാറില്ല, കരയുക. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിലും ഈ കുളി കഴിഞ്ഞ പാടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ ഞാൻ എന്തെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കും, രാത്രി ഫുഡ് എന്നെ വിളിക്കണമെന്ന് പറയാം, കടന്നുറങ്ങും. ചിലപ്പോൾ പലപ്പോഴും കരഞ്ഞ് തലയണം നനയുന്ന അവസ്ഥകളാണ്. അപ്പോൾ അതിന് വന്നതിന് ശേഷം എൻ്റെ അവസ്ഥകൾ മാറി. ഇന്നിപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ എന്താണോ എൻ്റെ മനസ്സിലൊരു വിഷം വന്നത്, അതേപോലെ ഒരു അവസ്ഥയിലായി ഞാൻ. കുറച്ചും കൂടെ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, ഒരു ലക്ഷ്യം ഉണ്ടാകണം.
അതെ, ലക്ഷ്യബോധത്തിലേക്ക് ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ കൊളാപ്സ് ആയി പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു സ്ത്രീ കൺസീവ് ആകുന്ന വിചാരിക്കുക, ഒറ്റ ദിവസം കൊണ്ടാ ചില മാസം കൊണ്ടുണ്ടല്ലോ ഡെലിവറി ആകും. പക്ഷെ പെട്ടെന്നല്ല, ദിവസങ്ങൾ 9 മാസം, ചിലപ്പം 10 ദിവസം, 8 ദിവസം, അങ്ങനെയൊക്കെ വ്യത്യാസം വരും. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ഓമനിക്കണം ഓരോ ദിവസം. ആ ഡെലിവറി ആകുന്ന ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇന്നായിരിക്കാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം, മറ്റന്നാളായിരിക്കാം, അടുത്ത ആഴ്ച, അടുത്ത മാസമാകാം. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ, നമുക്ക് കുറച്ചും കൂടെ ഒരു അങ്ങോട്ട് അതിനെ മുഴകി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതില്ലാതെ നമ്മൾ വരുന്നിടത്ത് വച്ച് കാണാന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒന്നും എത്തൂല. പിന്നെ ഇവിടെ വന്ന് വചനമൊക്കെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഗ്രഹിച്ചു, അല്ലെങ്കിൽ വീണ്ടും ജന്മം ആവശ്യമാണെന്നൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഞാൻ അതിനുശേഷം ഈ ബൈബിള് പഠിക്കുവാൻ തുടങ്ങി. ഒരു സാധാരണക്കാരന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം തന്നെ ദൈവത്തിന്റെ വചനം നമ്മളെ ടച്ച് ചെയ്തു. എന്നെ വല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടോട്ടലി കൊളാപ്സ് ആയ. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാം. ഉറക്കമില്ലാത്ത രാത്രികള് ഇത് വന്നവിടെ എന്റെ അവസ്ഥകളെല്ലാം മാറി, എന്റെ ആ ദുഃഖം അങ്ങ് മാറി. പിന്നെ എനിക്കൊരു വിഷം വന്നു. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പഠിക്കാനുള്ള ഇത് വന്നു എന്റെ. കാരണം അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ഇത് നിലയിലേക്ക് എത്തും എന്നുള്ളൊരു വിഷയം എന്റെ മനസ്സിൽ ഇത് കടക്കുക എന്റെ ഇതിൽ. അപ്പൊ എന്റെ ദുഃഖങ്ങളെല്ലാം മാറി. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. ഈ വചനം പിന്നെ ധ്യാനിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതിനകത്ത് ഒത്തിരി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇത് പഠിക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം കണ്ടു. അതായത് നമ്മളായിരുന്ന പാരമ്പര്യത്തിൽ നിന്ന് ഇതാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ എന്നാലും പെട്ടെന്നൊന്നും ഞാൻ മാറിയില്ല. കാരണം ഒത്തിരി ചോദ്യങ്ങൾ വരുമല്ലോ. കാരണം നമ്മളിപ്പോ കാരണം നമ്മളൊരു പാരമ്പര്യത്തിലായിരുന്നു. വേറെ ഒരു വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ അതിന് കുറെ ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെ വചനം പഠിക്കാനിടയായി. അപ്പൊ അത് എത്ര നാള് എടുത്തു അങ്ങനെ വചനം? ഞാൻ എങ്ങനെ ഒരു 3 വർഷത്തോളം. 3 വർഷം എടുത്തു. 3 വർഷം കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ വചനം വായിച്ചു പഠിച്ചു. അതിനുശേഷമാണ് രക്ഷിക്കപ്പെട്ടതും. അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടത്. കാരണം എനിക്ക് ഇതിനകത്ത് നിലനിൽക്കണം. 2 തട്ടി നിൽക്കരുത് എനിക്ക് അങ്ങനെ ഇതുണ്ടായി. കാരണം 2 തട്ടി നിൽക്കരുത്, വിടണം, ഇല്ലെങ്കിൽ നിൽക്കണം. അതിനുവേണ്ടി കുറച്ച് ലേറ്റ് ആയാലും അതെ, അത് 3 വർഷക്കാലം എടുത്തു. അതിനുശേഷം എന്നിട്ടാണ് സ്നാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പോടുകൂടി നിൽക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നു അല്ലെ. കാരണം ശരിക്കും വചനത്തെ കുറിച്ച് അറിയുവാനുള്ള ഒരു ഭാഗ്യം അത് തന്നെ പലർക്കും ഇല്ലാത്ത ഒരു ഇതാ അല്ലെ. പലർക്കും ആ ഭാഗ്യം ഇല്ല. കാരണം ചിലരൊക്കെ പെട്ടെന്ന് വന്ന് സ്നാനപ്പെടുന്നു, അതിൽ നിന്ന് പിന്മാറി പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഇത് തന്നെയാണ് സത്യമെന്ന് ഉറപ്പിച്ചതിന് ശേഷം സ്നാനപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. അത് തന്നെ വലിയ അനുഗ്രഹമാണ്. അതിനുശേഷം ഇന്നുവരെയും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രേഷ്ഠകരമായിട്ട് നടത്തി. യഥാർത്ഥ കഷ്ടതകളൊക്കെ ചെറുതായിട്ട് മാറി അല്ലേ. കഷ്ടത മാറിയെന്നല്ല, ഇതിപ്പം സങ്കീർത്തനം 119:71 പറയുന്ന ഇപ്രകാരം, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലെ ഗുണമായി തീർന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഈ വേദപുസ്തകം വായിച്ചാല് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ഗന്നേസരത്ത് തടാകത്തില് ശീമോനെ നമുക്ക് കാണാൻ പറ്റും. ശീമോൻ മുക്കുവന. അവന് ആ കടലിനെ കുറിച്ച് ആ തടാകത്തെ കുറിച്ച് എപ്പം മീൻ കിട്ടും അതിനെക്കുറിച്ച് വലിയ എക്സ്പേർട്ട് ആയ ആളാ. പക്ഷെ അവന്റെ ശൂന്യതയെ കർത്താവിന് അവനെ പ്രവർത്തിക്കാൻ ഇടയായത് അല്ലേ. ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്ന അവൻ ശൂന്യത വരുത്തിയ കർത്താവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാ അവസ്ഥയും നല്ല സെറ്റപ്പിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അതെ ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ഇവന്റെ വഞ്ചി ഇവൻ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ യേശുവിന് അവന്റെ വഞ്ചി ചോദിക്കാനോ അവന്റെ ജീവിതത്തിലേക്ക് പടകിലേക്ക് ശൂന്യമായ ഇവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ പറ്റിയത് എന്താ? ഇവന്റെ പടകിലെ ശൂന്യതയാ അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശൂന്യത വരുത്തിയത് കൊണ്ടാണ് കർത്താവിന് അവന്റെ ജീവിതത്തിലേക്ക്. എന്ന് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിലും ചില പ്രതികൂലങ്ങൾ കടന്നു. അന്ന് എനിക്ക് ദുഃഖമായി തോന്നിയെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്. പോയതിന് നന്ദി പറയും. കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, ദൈവത്തെ അറിയാൻ പറ്റി. അതെ ഇങ്ങനെയൊക്കെ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം കിട്ടിയത് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. തീർച്ചയായും അല്ലെ. അതായത് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക, കർത്താവിനെ അന്വേഷിക്കുന്നവരുണ്ടോ, ബുദ്ധിമാന്മാരുണ്ടോ എന്നല്ലേ. അപ്പം കർത്താവിനെ അന്വേഷിക്കാൻ ഒരു ദിവസമാണേലും ഇവിടെ വന്നല്ലോ. അപ്പൊ വന്നപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ആ കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നു അല്ലെ. ഇനി നിസിക്ക് പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കാം. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പെന്തക്കോസ്ത് അനുഭവത്തിൽ തന്നെയാണ്. ഓർമ്മ വെച്ച കാലം അതിൽ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് തന്നെ അതാണ് എൻ്റെ മനസ്സിലുള്ളത്.
പിന്നെ വളർന്നത് വളരെ കഷ്ടത നിറഞ്ഞൊരു സാഹചര്യത്തിലായിരുന്നു. എൻ്റെ വീട്ടിൽ മാതാവ്, പിതാവ്, ഞങ്ങൾ 3 സഹോദരിമാർ. ഞാൻ 2ാമത്തെ ആളാണ്. വീട്ടിൽ എപ്പോഴും സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലുണ്ടായിരുന്നത്. പിതാവ് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയൊരു വ്യക്തിയായിരുന്നു. മാതാവ് റോമൻ കാത്തലിക്. നിങ്ങള് ബേസിക്കലി ബെന്തക്കോസുകാരായിരുന്നു അല്ലേ? നിസിയുടെ ജനനം മുതൽ തന്നെ. അങ്ങനെ ആ അമ്മയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും വിശ്വാസത്തിൽ ജീവിക്കാൻ. ആ കഷ്ടത നിറഞ്ഞ ആ ചെറിയ പ്രായം മുതൽ തന്നെ ബൈബിൾ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കയറും. നമ്മ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. എപ്പോഴും ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, പൈസയ്ക്ക്, സ്നേഹത്തിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഭാരപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് ഞങ്ങളുടെ ആ ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നത്. ഒരിക്കലും എനിക്ക് കുട്ടിക്കാലത്തിലോട്ട് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ലൈഫിലെ പീരീഡാണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ. എനിക്ക് അത്രയ്ക്ക് ഭാരങ്ങൾ നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. വീട്ടിലെപ്പോഴും സമാധാനമില്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും ഒരു കാര്യം കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും അമ്മ എപ്പോഴും പോസിറ്റീവായിട്ട് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകുവാനും വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പ്രാർത്ഥനയ്ക്കൊക്കെ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കുകയും രാത്രി കാലങ്ങളിലൊക്കെയുള്ള ചർച്ചകളിലെ പ്രെയറൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് വരുമ്പം എന്തിന് പ്രെയറിന് പോയി എന്ന് ചോദിച്ച് ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങളെ ഉറക്കാതെ ഇരുത്തുമായിരുന്നു. ഞങ്ങൾ 3 പേരുടെ കയ്യിൽ ഞങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ തരും. അമ്മയോട് ബൈബിൾ നിങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് വായിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ആ ചെറിയ പ്രായത്തിൽ ഉറങ്ങുമ്പം വീടിൻ്റെ മുറ്റത്തൊരു പേരയുണ്ട്. ആ പേരയുടെ വടിയൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രായമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ കരഞ്ഞ് ഞങ്ങൾ നിലവിളിക്കുമ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങളോട്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു വിവാഹ ജീവിതം തരുവാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് ചെറിയ പ്രായം മുതലേ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ അമ്മ അന്ന് ഞങ്ങൾ ആ ചെറിയ പ്രായം മുതൽ ദൈവം അങ്ങനെ ഒരു കാര്യം അമ്മ പറഞ്ഞു തരുമായിരുന്നു. അന്ന് അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല, എങ്കിലും ഒരു സൈഡിൽ അത് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ദൈവം ആ പ്രാർത്ഥന ഞങ്ങൾക്ക് സാധ്യമാക്കി തന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നാളുകൾ കേരളത്തിലുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെ സാഹചര്യം കാരണം ഞങ്ങൾ കർണാടകയിലോട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരുന്നു. ജീവിതത്തിൻ്റെ ഒത്തിരി കഷ്ടപ്പാടുകൾ അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നത്. ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗവും അവിടെ, അതായത് ചെറിയ പ്രായം മുതൽ അധ്വാനിച്ച് ജീവിക്കേണ്ട രീതിയിൽ ഞങ്ങളുടെ ജീവിതം അങ്ങനെ മാറ്റപ്പെട്ടു. എങ്കിലും കർത്താവ് തുണ നിന്നതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് നശിക്കാതെ ആ വന്ന എല്ലാ കഷ്ടതയിലും പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചത്. കർണാടകയിലാണോ നഴ്സിംഗ് പഠിച്ചത്? നഴ്സിംഗ് പഠിച്ചതൊക്കെ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യയിലേക്ക് വന്നത് ഏത് വർഷമാണ്? 2013 സൗദിയിലോട്ട് വന്നു. നടന്നു വന്നു എന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് എപ്പോഴും പറയും, ഞാൻ സൗദിയിൽ നടന്നു വന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട്, കാരണം എനിക്ക് പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു, ദൈവമല്ലാതെ. അങ്ങനെയാണ് വളരെ ഭാരത്തോടെ ആണ് ഈ ദേശത്ത് കടന്നു വന്നത്. ഒന്നുമില്ലാതെ കടന്നു വന്നു. പക്ഷെ ദൈവം എല്ലാം തന്നു. ഒരു കുടുംബമായി 3 പൈതങ്ങളെ ദൈവം ദാനമായിട്ട് തന്നു. ഈ ദേശത്ത് ഞങ്ങൾ ഇത്രത്തോളം ആയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമല്ലേ നിങ്ങളുടെ വിവാഹമൊക്കെ? 2014 വിവാഹം നടന്നത്. ഇവിടെ വന്ന് ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. 3 കുഞ്ഞുങ്ങൾ തന്നു അല്ലേ? എന്തായാലും ദൈവം ഇത്രത്തോളം കരുതി. കാരണം ചെറുപ്പകാലത്തില് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്നെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം തന്നു അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങളെ തന്നു. എല്ലാം ദൈവം ദാനമായിട്ട് എല്ലാം ഇത്രത്തോളം നടത്തി. ദൈവം അനുഗ്രഹിച്ച ആ വിധങ്ങളെ ഓർത്താൽ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാകത്തില്ല. ആ കഷ്ടതയിൽ കൂടി കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് നിൽക്കാനായിട്ട് സാധിച്ചത്. അത് കഷ്ടതയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവത്തെ വിളിക്കാനോ ഒന്നും തോന്നാതെ അങ്ങനെ അങ്ങ് മാറിപ്പോകുമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ ആ ട്രാക്കിൽ നിർത്താൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഓർമ്മയിൽ എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ച എന്തെങ്കിലും ചെറിയ അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകമായിട്ട് പ്രേക്ഷകർക്ക് കേൾക്കാനായിട്ട്? 2 പേരുടെയും ജീവിതത്തിൽ എടുത്തു പറയുവാൻ അത്ഭുതമായിട്ട് എന്തെങ്കിലും കർത്താവ് നടത്തിയ വിധങ്ങളോ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ദൈവം ജീവിതത്തിൽ ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നേഴ്സിംഗ് പഠിച്ചതൊക്കെ വളരെ അത്ഭുതകരമാണ്. പ്രത്യേകിച്ച് ഫീസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടപ്പോഴും
ഓരോ വഴികളിൽ കൂടി ദൈവം എന്നെ നടത്തി. ഒരു ചെറിയ ഒരു സാക്ഷ്യം പോലെ പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നുമില്ലാതെ പഠിക്കാനായിട്ട് അവിടെ ചെല്ലുന്നത്. ഫീസ് എന്തെങ്കിലും ഒരു ഫീസൊക്കെ കൊണ്ടുവരണമെങ്കിൽ അവർ തലേ ദിവസം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞു, നാളെ 200 രൂപ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അത് എൻ്റെ കയ്യിലില്ല. വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞാലും അമ്മയുടെ കയ്യിലില്ല. അപ്പം ഭാരത്തോടെ വീട്ടിൽ കടന്നു വന്നു. കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് പഠിക്കുവാനായിട്ട് ഞാനിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ ദേവദാസനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ വീട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക, നിസി പഠിക്കുമല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് 200 രൂപ കയ്യിൽ തന്നിട്ട് അവരങ്ങ് പോയി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ദൈവം ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരിച്ച് പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പോൾ വരുന്ന വഴിക്കാണ് ദേവദാസൻ്റെ വീട്. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടാണ് ദേവദാസൻ അത് കൊണ്ടുത്തന്നതെന്ന്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ചു, നിസിയുടെ വീട് വരെ ചെല്ലണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരൂടെ പോകാൻ ഇറങ്ങിയപ്പം അവരോട് ദൈവാത്മാവ് ഇടപെട്ടു, 200 രൂപ കയ്യിലെടുത്തുകൊണ്ട് വേണം പോകാനെന്ന്. അങ്ങനെ ഒത്തിരി ആവശ്യമുള്ള ആ പ്രൈസ് തന്നെ, ക്യാഷ് തന്നെ കൊണ്ടു തന്നു. 200 രൂപയുടെ ആവശ്യമായിരുന്നു, 200 തന്നെ അല്ലേ. അങ്ങനെ ഒത്തിരി ഒത്തിരി അത്ഭുതത്തോടെ ഞാൻ അങ്ങനെയാണ് പഠിച്ച് ഞാൻ ഇവിടം വരെ എത്തിയത്. ദൈവം ചെയ്തതിൽ അങ്ങനെ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ, ഈ ദേശത്ത് വന്ന് ഞാൻ ഇവിടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പം ഞങ്ങൾ സിവിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസിലാണ് സൈൻ ചെയ്യുന്നത്. അപ്പം അതിൽ 4 വർഷം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആകാൻ പാടുള്ളൂ എന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ജോലിയായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ കല്യാണമോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അത്ര ശ്രദ്ധിച്ചുമില്ല. എനിക്കത് ഞാൻ ഓക്കെ കല്യാണമേ ഇല്ല, പിന്നെ എന്തുകൊണ്ട് കുട്ടികളെന്നുള്ള രീതിയിൽ ഞാൻ ആ ഭാഗം ഒപ്പിട്ട് കൊടുത്തു. എന്നാലും ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ വിവാഹം നടന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ വളരെ ഒരു വിഷമമായി, ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. പക്ഷേ ദൈവം അത് നഷ്ടപ്പെടുത്താതെ ദൈവം കാത്തു. ഇതുവരെയും ഈ ദേശത്ത് ജോലി ചെയ്ത് നിൽക്കുവാൻ തക്കണം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇനി നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം, നാം ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഈ ലോകത്തെ വിട്ട് നാം പോകും. അന്ന് നമ്മൾ സമ്പാദിച്ചതൊന്നും നമ്മുടെ പുറകെ വരത്തില്ല. എന്നാൽ നമ്മുടെ മരണം ഒരു മനുഷ്യൻ്റെ അവസാനമല്ല, ഒരു നിത്യതയുണ്ട്. അത് നാം ഉറപ്പാക്കിയിട്ടേ, മരിക്കുന്നതിന് മുന്നേ നാം ഉറപ്പാക്കണം. ഒരു പക്ഷേ ഈ ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പലരും പല സാമുദായിക സംഘടനകളിലൊക്കെ നിൽക്കുന്നവരായിരിക്കും. ജനം നമ്മെ കളിയാക്കും, അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ വ്യാഖ്യാനിക്കും. വചനം തന്നെ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അതിനാൽ ഈ നിത്യത ഉറപ്പാക്കണം. ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നാം പഠിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതും അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നാം ഉറപ്പ് വരുത്തി ഈ ദിവസങ്ങളിൽ നാം നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാം ഒരുങ്ങണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിത യാത്ര നയിച്ചാൽ നമുക്കൊരു നിത്യതയുണ്ട്. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടെ നമുക്ക് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാരണം നിങ്ങളുടെ സാക്ഷ്യം അത് അനേകർക്കൊരു അനുഗ്രഹമായി തീരും. കാരണം വേറെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഈ സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന് തന്നെ കർത്താവിന്റെ വചനം അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നു. നിങ്ങളെ ഒരു കുടുംബമാക്കി മാറ്റി. അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ദൈവം ദാനമായി തന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരും. കാരണം നമ്മൾ പാരമ്പര്യത്തിലായിരുന്നവർക്ക് യഥാർത്ഥ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് നാം കരുതുന്നത്, അല്ലെ? അത് ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നവരെ എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതേ വെയിലൂടെ കടന്നു പോകുന്നവര് ദൈവത്തിന്റെ വചനം ബ്രദർ സിറിൽ പറഞ്ഞതുപോലെ വചനം വായിക്കുകയും വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുകയും വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് വരികയും സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിത്യത ഉറപ്പിക്കുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.